വിശുദ്ധ മാർക്കോസിന്റെ സുവിശേഷം 7-ാം അധ്യായം 14 മുതൽ 23 വരെയുള്ള വാക്യങ്ങളിലൂടെ ഹൃദയവിശുദ്ധി കാത്തുസൂക്ഷിക്കേണ്ടതിനെ കുറിച്ചാണ് ഈശോ നമ്മെ പഠിപ്പിക്കുന്നത്. എനിക്ക് ഈ അവസരത്തിൽ നിങ്ങളോട് പറയാനുള്ളത് രണ്ട് വ്യക്തികളെ കുറിച്ചാണ്. ഒന്നാമത്തെ വ്യക്തി ജെമിമ റോഡ്രിഗസും രണ്ടാമത്തെ വ്യക്തി സച്ചിൻ ടെണ്ടുൽക്കറും. 2025 വെച്ച് നടന്ന സ്ത്രീകളുടെ ക്രിക്കറ്റ് വേൾഡ് കപ്പിൽ ഇന്ത്യയെ വിജയത്തിലേക്ക് നയിക്കുന്നതിൽ വളരെയേറെ പങ്കുവഹിച്ച ഒരു പെൺകുട്ടിയാണ് ജെമിമ റോഡ്രിഗസ്. കളി കഴിഞ്ഞതിന് ശേഷം നടത്തിയ ഇന്റർവ്യൂ ചെയ്യുന്ന അവളോട് ചോദിക്കുന്നുണ്ട്, കളിയുടെ ഇടയ്ക്ക് നിങ്ങൾ തന്നെ സംസാരിക്കുന്നുണ്ടായിരുന്നല്ലോ, എന്ത് കാര്യമാണ് പറഞ്ഞുകൊണ്ടിരുന്നത്? അവൾ പറഞ്ഞു, നീ ശാന്തനായി നിൽക്കുക, ഞാൻ നിനക്ക് വേണ്ടി യുദ്ധം ചെയ്തു കൊള്ളാം. ഈ വചനഭാഗമാണ് അവൾ ആവർത്തിച്ചു കൊണ്ടിരുന്നത്. ഇതിലൂടെ അവളുടെ ഹൃദയത്തിൽ നിന്ന് വരുന്ന ആഴമേറിയ വിശ്വാസമാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. അതുപോലെ തന്നെ സച്ചിൻ ടെണ്ടുൽക്കർ, ക്രിക്കറ്റിന്റെ ദൈവം എന്ന വിളിപ്പേരുള്ള അദ്ദേഹത്തെ നമുക്ക് എല്ലാവർക്കും വളരെയേറെ പരിചിതമായിരിക്കുമല്ലോ. കോടികൾ കിട്ടുമായിരുന്നിട്ടും ലഹരി പദാർത്ഥങ്ങളുടെ പരസ്യങ്ങളിൽ അഭിനയിക്കാത്തൊരു മനുഷ്യനാണ് അദ്ദേഹം. അതിനായി അദ്ദേഹം ഒരു കാരണം പറയുന്നത്, ഞാൻ ലോകത്തിന് ഒരു മോശം സന്ദേശം നൽകാൻ ആഗ്രഹിക്കുന്നില്ല. ഇവർ രണ്ടുപേരുടെയും ജീവിതത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഒറ്റ കാര്യമാണ്, ഹൃദയത്തിന്റെ നിറവിൽ നിന്നാണ് അതരം സംസാരിക്കുന്നത്. അതുപോലെ തന്നെ നാം ഫുട്ബോളോ ക്രിക്കറ്റോ കളിക്കുമ്പോൾ പല ചീത്ത വാക്കുകൾ ഉപയോഗിക്കാറുണ്ട്. നാം മാതാപിതാക്കളോടും അധ്യാപകരോടും തർക്കുത്തരം പറയുകയും അവരെ അനുസരിക്കാതിരിക്കുകയും ഒക്കെ ചെയ്യാറുണ്ട്. നമ്മുടെ യഥാർത്ഥ സ്വഭാവം, അതായത് നമ്മുടെ ഉള്ളിൽ നിന്ന് പുറത്തേക്ക് വരുന്നതാണ്. ഫുട്ബോളിന്റെ മിശിഹ എന്നറിയപ്പെടുന്ന ലയണൽ മെസ്സിയുടെ കടുത്ത ആരാധകരായിരിക്കും നമ്മളിൽ പലവരും. അദ്ദേഹം കളിക്കളത്തിൽ വളരെയേറെ ശാന്തനാണ്. എതിരാളികൾ എത്ര പ്രകോപിപ്പിച്ചാലും ശാന്തത കൈവടിയാത്തൊരു മനുഷ്യനാണ് അദ്ദേഹം. ഇവരെയൊക്കെ നമുക്ക് മാതൃകയാക്കാൻ സാധിക്കണം. ഏത് പ്രതിസന്ധി ഘട്ടങ്ങളിലും ശാന്തത കൈവെടിയാതെ ആത്മസംയമനം പാലിക്കാൻ നമുക്ക് സാധിക്കണം. ഈ നോമ്പ് കാലത്ത് നമുക്ക് ചില നല്ല തീരുമാനങ്ങൾ എടുക്കാം. ഒന്നാമത്തെ കാര്യം, ചെയ്യുന്ന കാര്യങ്ങൾ വളരെയേറെ സന്തോഷത്തോടെ ചെയ്യുക. രണ്ടാമത്തെ കാര്യം, ശാന്തത കൈവെടിയാതിരിക്കുക. മൂന്നാമത്തെ കാര്യം, ഒരു ദിവസം ഒരു നന്മ പ്രവർത്തിക്കുകയും ചെയ്യുക. ഇതിലൂടെ നമ്മുടെ ഉള്ളിൽ വസിക്കുന്ന ഈശോയെ കണ്ടെത്താൻ ഈ തീരുമാനങ്ങൾ നമ്മെ സഹായിക്കട്ടെ. നന്ദി.